നമ്മൾ സ്ത്രീകൾക്ക് ഈ ഷോപ്പിംഗ് എന്ന് കേൾക്കുമ്പോഴേ ഒരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക സുഖവും അല്ലേ. എന്തൊക്കെ സാധനങ്ങൾ വീട്ടിലിരിപ്പുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ചെന്ന് ഓരോന്ന് വാങ്ങാൻ എന്താ ഇഷ്ടമെന്നറിയോ? സ്വർണ്ണക്കട, പാത്രക്കട, തുണിക്കട, പിന്നെ ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലും പ്രത്യേക സന്തോഷം കേട്ടോ. എത്ര വയ്യെങ്കിലും ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ ചാടി എണീറ്റ് പോകുന്ന കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെയാണ് ഒരു 90% സ്ത്രീകളുടെ കാര്യമെന്ന് തോന്നുന്നല്ലേ. ഇതിപ്പോൾ ഇതേ നേരെ സ്മാർട്ട് ബസാറിൽ അധികമൊന്നും വാങ്ങാനില്ല കേട്ടോ, വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങാനുള്ളൂ. എങ്കിലും സാധനങ്ങൾ മാത്രമാണെങ്കിൽ തന്നെയും ഷോപ്പിങ്ങിനാണ് പോണതെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ആദ്യം സ്മാർട്ട് ബസാറിൽ കയറിയപ്പോഴാണ് ചെല്ലം മാർട്ടിൽ ഒന്ന് പോകണമെന്ന് തോന്നിയത്. അവിടെ നിന്നൊരു ബാക്ക് പാക്ക് വാങ്ങാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇതിന് ബാക്ക് പാക്ക് എന്നല്ല പറയുന്നത്, ട്രക്കിംഗ് ബാഗെന്നോ ട്രാവൽ ബാഗെന്നൊക്കെയാണെന്ന് കേട്ടോ. ബാക്ക് പാക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലാപ്ടോപ്പ് ബാഗ് പോലെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ കുറച്ച് വലിയ സൈസായിട്ടുള്ള ബാഗിനെയാണ് ബാക്ക് പാക്ക് എന്ന് പറയുന്നത്. എനിക്ക് വളരെ വൈകി കിട്ടിയ അറിവ് കേട്ടോ സത്യം. ഞാൻ ഇതിനെയാണ് ബാക്ക് പാക്ക് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അതും എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ കേട്ടോ. ബാക്ക് പാക്കാണോ ബാക്ക് ബാഗാണോ കൺഫ്യൂഷൻ. ശരിക്കും ബാക്ക് പാക്കാണ്, പറഞ്ഞു വരുമ്പോൾ ബാക്ക് ബാഗായി മാറും കേട്ടോ. അവിടെ സംഭവം ഞാൻ ചുമ്മാ ഒന്ന് വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ വില അത്യാവശ്യം നല്ല കോസ്റ്റ്ലി കേട്ടോ. ഞാൻ അതിന് ഇത്രയും വില വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ബ്രാൻഡഡ് സാധനത്തിന് നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച വില ഒരു 3000 ഒക്കെ ആയിരുന്നു. ഒരു 100 ലിറ്ററിൻ്റെ ബാക്ക് പാക്ക് അതിന് 5000 സംതിങ് വരുന്നുണ്ട് കേട്ടോ. എമ്മി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഞാൻ നോക്കിയതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് വന്നു. ഓൺലൈനൊക്കെ ഒന്ന് തപ്പി നോക്കാമെന്ന് കരുതിയിട്ട് അടുത്ത് വീണ്ടും സ്മാർട്ട് ബസാറിൽ വന്നു. സ്മാർട്ട് ബസാറിൻ്റെ തൊട്ടടുത്താട്ടോ, ചെല്ലം മാർട്ടിലാണ് പോയത്. അവിടെ നിന്ന് നേരെ തിരിച്ച് സ്മാർട്ട് ബസാറിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ച് സാധനങ്ങളെ ഉള്ളൂ എങ്കിൽ തന്നെയും ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഷോപ്പിങ്ങിന് വരുന്നത്. ഇവിടെ വളരെ 1-2 സാധനമൊക്കെ വാങ്ങാനായിരിക്കും വരുന്നത്. പക്ഷേ ഓരോ ഫ്ലോറിലും കയറി ഇറങ്ങി ഇങ്ങനെ അതും ഇതൊക്കെ പറക്കി വരുമ്പോഴേക്കും വിരലിൽ എണ്ണാവുന്ന സാധനങ്ങളല്ല, അതിൽ കൂടുതൽ സാധനങ്ങളും വരാറുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ലുലുവിൽ പോയാലും. ലുലുവിൽ ഒന്നും വാങ്ങാനായിരിക്കില്ല പോകുന്നത്, പക്ഷെ പോയിട്ട് വരുമ്പോഴേക്കും 10,000-3000 രൂപയുടെ ബില്ല് വരികയും ചെയ്യും കേട്ടോ. ഒന്നും വാങ്ങാനില്ലാതെ പോയിട്ടാണ് 3000 രൂപ ബില്ല് വരുന്നത്. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിച്ച് പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ അച്ഛനെ സോപ്പിട്ട് നമ്മൾ നെട്ടയത്തു നിന്ന് പോവാറുണ്ട് കേട്ടോ. എങ്ങനെ പോയാലും അച്ഛൻ്റെ ഒരു 7000 രൂപ അവിടെ കൊടുത്തിട്ടായിരിക്കും വരുന്നത്. അത്രയ്ക്ക് അച്ഛനെ കൊണ്ട് ഞങ്ങൾ മുടിപ്പിച്ച്. അച്ഛനറിയാം, അച്ഛൻ ലുലുവിൽ പോവാമെന്ന് പറഞ്ഞാൽ അച്ഛൻ പറയും ഞാൻ വരുന്നില്ല, എൻ്റെ പോക്കറ്റ് കാലിയാക്കാൻ വരുന്നില്ല എന്നറിയാം. അച്ഛനറിയാം അച്ഛനെ കൊണ്ട് നമ്മൾ പോയാൽ 10,000-7000 രൂപ ഇവിടെ തീർന്നിട്ടേ വരത്തുള്ളൂ എന്ന്. പിന്നെ അച്ഛനും ഒന്നും പറയില്ല കേട്ടോ. എന്തെടുത്താലും മിണ്ടാതെ അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ബില്ലൊക്കെ കൊടുക്കുമ്പോൾ ഒരു നോട്ടം മാത്രമേ കാണത്തുള്ളൂ. ആ ധൈര്യത്തിലാണ് അച്ഛനെ വിളിച്ച് നേരെ ലുലുവിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം പറക്കി ഓരോ ബോക്സിലും സാധനങ്ങളിലൊക്കെ ആക്കുകയാണ്. വേദയ്ക്കും ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്.